ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഇന്ന് വീക്കെൻഡ് പ്രൊമോ വന്നിട്ടുണ്ട്. അതിന്റെ റിവ്യൂലേക്ക് സ്വാഗതം കേട്ടോ. നോർമലി വീക്കെൻഡ് പ്രൊമോ വരുമ്പോൾ അത്യാവശ്യം ഒരു ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊമോയാണ് വരാറുള്ളത്. പക്ഷെ ഇന്നൊരു വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രൊമോ എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ വളരെ അധികം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പ്രൊമോയാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള വീക്കെൻഡ് പ്രൊമോസിൽ ഏറ്റവും വാല്യൂ കൂടിയ ഒരു പ്രൊമോ എന്ന് പറയേണ്ടി വരും. കാരണം അർജുനെ ചതിച്ച് വിവാഹ മണ്ഡപത്തിൽ എത്തിക്കുവാനായിട്ട് അനുപമയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് വന്ന പ്രൊമോയിൽ കാണാം, അർജുൻ ആകെ പെട്ടൊരവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ അനുപമ രാഘവനുണ്ണിയോട് പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുകയാണ്. അർജുൻ കാവ്യ വിവാഹം നടത്തുവാനായിട്ട് അർജുനെ എങ്ങനെയെങ്കിലും എത്തിക്കണമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും അനുപമയ്ക്ക് സാധിച്ചു എന്ന പ്രൊമോയിൽ നിന്ന് വളരെ വ്യക്തമാണ് കേട്ടോ. എന്താണെങ്കിലും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വളരെയധികം നല്ലൊരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലെ ആദ്യ ഭാഗങ്ങളൊക്കെ നമ്മൾ കണ്ടത്, നമുക്കറിയാം പത്മ കഷ്ടിച്ചാണ് ഒരു വിധത്തിലാണ് കാർത്തിക്കിന്റെ കൂട്ടുകാരായ ഗുണ്ടകളിൽ നിന്നും ഇന്ന് രക്ഷപ്പെട്ടിട്ടുള്ളത് കേട്ടോ. അത് രക്ഷപ്പെടാൻ കാരണം നമ്മുടെ അമ്പാടിയായിരുന്നു. അമ്പാടി ആ ഒരു സമയത്ത് അവിടെ എത്തിയില്ലായിരുന്നു എങ്കിൽ കാര്യങ്ങൾ വേറൊരു ഗതിക്കായനെ. ഒരു പക്ഷേ ജീവനോട് കൂടി പോലും നമുക്ക് പത്മയെ ലഭിക്കില്ലായിരുന്നു കേട്ടോ. നമുക്കറിയാം ഇപ്പോൾ പത്മയോട് മനസ്സിന്റെ ഉള്ളിൽ നമ്മുടെ അമ്പാടിക്ക് പ്രണയം വന്നു തുടങ്ങിയിട്ടുണ്ട്. പ്രണയമാണ്, പുറത്തേക്കത് പറയുന്നില്ല എങ്കിലും നമുക്ക് ആ ഒരു ശരീരഭാഷയിൽ നിന്ന് നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. അമ്പാടി ഇപ്പോൾ നമ്മുടെ പത്മയെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുപോലെ തന്നെ അമ്പാടിയെയും പത്മയ്ക്ക് ഇഷ്ടമാണ് എന്ന് നമുക്ക് തോന്നുന്നുണ്ട്. പലപ്പോഴും അമ്പാടിയുടെ ആ സ്നേഹം മനസ്സിലാകുമ്പോൾ നാണത്തോടെ ഇരിക്കുന്ന പത്മയെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പത്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ, അതായത് കാർത്തികിന് ഗുണ്ടകൾ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി എന്നറിഞ്ഞപ്പോൾ നമ്മുടെ അമ്പാടിക്ക് സഹിക്കില്ല കേട്ടോ. കാരണം ഒരുപാട് കുറവുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അമ്പാടിയുടെ വീട്ടിൽ വളരെ സുരക്ഷിതമായിട്ടാണ് അമ്പാടി നമ്മുടെ പത്മയെ നോക്കിയിരുന്നത്. അപ്പം വളരെയധികം വിശ്വസ്തയോട് കൂടിയിട്ട് നമ്മുടെ അഞ്ജലിയുടെ വീട്ടിലേക്ക് പത്മയെ പറഞ്ഞു വിട്ടിട്ട് ഇങ്ങനെ ഒരു ഗതികേട് വന്നല്ലോ എന്നോർത്ത് വളരെയധികം ടെൻഷനും വിഷമവും ദേഷ്യവും ഒക്കെ നമ്മുടെ അമ്പാടിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ കാണുന്നത് നമ്മുടെ അഞ്ജലിയോട് പോയിട്ട് നമ്മുടെ അമ്പാടി ചോദിക്കുകയാണ്, എൻ്റെ വീട്ടിൽ കുറവുകളുണ്ടായിരുന്നെങ്കിലും പത്മയ്ക്ക് വളരെയധികം നല്ല രീതിയിലാണ് ഞാൻ നോക്കിയിരുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അഞ്ജലി ചോദിക്കും, എന്താണ് അമ്പാടി അങ്ങനെ പറയുന്നതെന്നൊക്കെ ചോദിക്കും. അപ്പോൾ അമ്പാടി ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയുകയാണ്, ഇങ്ങനെ പത്മ വന്ന് പെട്ട കാര്യവും അമ്പാടി രക്ഷിച്ച കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമ്മൾ അഞ്ജലി ആകെ ഞെട്ടിപ്പോവും. അപ്പോൾ അഞ്ജലി പറയും, ഈ സംഭവം ഒന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, പത്മയുടെ വെളിയിലൊന്നും പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല എന്ന് പറയും. അപ്പൊ അമ്പാടി ഈ കാര്യങ്ങൾ മനസ്സിലായി, അഞ്ജലി അറിയാതെയാണ് ഇതൊക്കെ ഉണ്ടായത് എന്ന്. എന്താണെങ്കിലും അങ്ങനെയാണ് എപ്പിസോഡിലെ ആദ്യ ഭാഗങ്ങളൊക്കെ കണ്ടത് കേട്ടോ. എന്താണെങ്കിലും അമ്പാടിയുടെ എത്രത്തോളം നമ്മുടെ പത്മയോടുള്ള സ്നേഹം എത്രത്തോളം ഉള്ളിലുണ്ട് എന്ന് നമുക്ക് ഈ ഒരു സീനിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും തിരിച്ച് ചെന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ അഞ്ജലി പത്മയെ ചോദ്യം ചെയ്യും, എന്തിനാണ് പുറത്തു പോയത്, നിന്നെ ഒന്ന് കൊത്തിയെടുക്കാൻ വേണ്ടി റാഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് നടക്കുന്ന കാർത്തികിന്റെ ഗുണ്ടകളുണ്ട്, അവരുടെ കയ്യിൽ കിട്ടിയാൽ നിന്നെ ജീവനോടെ പോലും തിരിച്ചു കിട്ടത്തില്ല, എന്നിട്ട് നീ എന്തിനാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് പൊട്ടിത്തെറുകയാണ് അഞ്ജലി ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്ത് ശ്യാമളാമ്മ ഇറങ്ങി വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും, അങ്ങനെയൊന്നും അല്ല, അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പൈസ കിടപ്പുണ്ടായിരുന്നു, അവളത് തന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റിയത്, അതുകൊണ്ടാണ് അച്ഛൻ ഇന്ന് സ്വസ്ഥമായിട്ട് ഉറങ്ങുകയെങ്കിലും ചെയ്യുന്നത്, ഇവളെന്റെ പിറക്കാതെ പോയ നിന്റെ സ്വന്തം അനിയത്തി തന്നെയാണ്, ഇവളെ അങ്ങനെ വേണം വിചാരിക്കാൻ എന്ന് ശകുന്തളാമ്മ നമ്മുടെ അഞ്ജലിയോട് പറയും കേട്ടോ. അഞ്ജലി ഇത് കേട്ട് ആകെ ഷോക്കഡായി പോവും. കാരണം പത്മ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസ എടുത്ത് തൻ്റെ അച്ഛന് വേണ്ടി സഹായിച്ചെന്ന് കേൾക്കുമ്പോൾ സന്തോഷവും സങ്കടവും എല്ലാം നമ്മുടെ അഞ്ജലിക്ക് വരും. അങ്ങനെ വളരെയധികം സന്തോഷമാണ് കേട്ടോ. അപ്പം അങ്ങനെ സീനും നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഒരു സംഭവം ഇതിനിടയിൽ നടക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറുപ്പ് സമൂഹ വിവാഹം നടത്തുന്നുണ്ട്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് ഗവർണർ ആകണം, അതിനു വേണ്ടിയിട്ടുള്ള ഒരു പൊടിക്കൈയാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പേരും പ്രശസ്തിയൊക്കെ വേണം. അതിനു വേണ്ടിയിട്ട് പുള്ളി നടത്തുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. അതിന്റെ പിന്നിലും കുറെ അധികം കള്ളക്കളികളുണ്ട് കേട്ടോ. അപ്പോൾ
ഇതിനിടയിൽ പുള്ളി ഇപ്പോൾ ഇച്ചിരി വിഷമിച്ചിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വരാന്നേറ്റിരുന്ന മന്ത്രിമാരും അങ്ങനെ അങ്ങനെ പ്രശസ്തരായ ആളുകൾ ആരും എത്തുന്നില്ല. അതിൻ്റെ ഒരു ദേഷ്യത്തിലും കലിപ്പിലൊക്കെയാണ് കുറുപ്പുള്ളത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ആ വഴിക്ക് നടക്കുന്നു. അതിനിടയിൽ കുറുപ്പ് വേറെ സംഭവം കൂടിയുണ്ട്. അർജുൻ കാവ്യ വിവാഹം നാളെ നടക്കും. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് വേണം നാളെ സമൂഹ വിവാഹത്തിന് കാര്യങ്ങൾ നടത്താൻ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട്. അതായത് അർജുൻ കാവ്യ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സമൂഹ വിവാഹം നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു സെറ്റപ്പാണ് നടക്കാൻ പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡ് ഒരു തീരുന്ന സെറ്റപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ജലിയെ കാണാനായിട്ട് CI ജാഫർ എത്തുകയാണ് കേട്ടോ. അപ്പോൾ CI ജാഫർ പറയും, കുറുപ്പ് നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല, അയാൾക്ക് കുറച്ചധികം ഗുണ്ടാബലവും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ പത്മയെ കണ്ടുപിടിച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ടാ സംഘത്തെ തന്നെ അയാൾ ഇറക്കിയിട്ടുണ്ട്. ഇനി ഇവിടെ പത്മയെ നിർത്തുന്നത് ഒരു രീതിയിലും സുരക്ഷിതമല്ല എന്ന് ജാഫർ അഞ്ജലിയോട് പറയും കേട്ടോ. അപ്പോൾ അഞ്ജലി ചോദിക്കും, അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യുന്നു ചോദിക്കുന്നതിനും ജാഫർ പറയും, തമിഴ്നാട്ടിൽ ഒരു മഠമുണ്ട്, അവിടെ കൊണ്ടുപോയി തൽക്കാലം നമുക്ക് നിർത്താമെന്ന് പറയും. അപ്പോഴത്തേനും അഞ്ജലി ചോദിക്കും, ഇത്രയും ദൂരം എങ്ങനെ കൊണ്ടുപോകുമെന്ന് പറയും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ദൂരമൊന്നും അല്ല പ്രശ്നം, നമുക്ക് പത്മയുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണെന്ന് ഈ ജാഫർ അഞ്ജലിയോട് പറയും കേട്ടോ. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന കാര്യങ്ങൾ നൈസായിട്ട് കേട്ടുകൊണ്ട് ഈ നമ്മുടെ ഇന്ദിരമ്മായി അവിടെ നിപ്പുണ്ട് കേട്ടോ. അവരെപ്പോഴും അഞ്ജലിക്ക് ദ്രോഹം മാത്രം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും അപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊക്കെ കഴിയാൻ സംസാരിക്കും, ജാഫർ പോകും. അപ്പോൾ ഈ ഇന്ദിരമ്മായി വിചാരിക്കും, ഓഹോ അപ്പൊ അങ്ങനെയാണ് പത്മ ഇവിടുന്ന് ഉടനെ മാറ്റാനായിട്ട് പോവുകയാണ്. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും അനുപമയോട് വിളിച്ച് പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനവും ഇല്ലല്ലോ. ഇങ്ങനെയൊക്കെ വിചാരിച്ച പുള്ളിക്കാരി വേഗം അനുപമയെ ഫോൺ വിളിച്ച് കാര്യങ്ങൾ പറയും. നിന്നോടല്ലേ ഞാൻ പറഞ്ഞത് പത്മയൊന്നും ഇവിടുന്ന് മാറ്റണം, എന്നിട്ട് നിനക്ക് സാധിച്ചില്ല, പക്ഷെ അതൊക്കെ അഞ്ജലി ചെയ്യുന്നുണ്ടെന്ന് പറയും. അത് കേൾക്കുമ്പോൾ അനുപമ ആകെ ഞെട്ടിപ്പോയി, എന്താണ് സംഭവം എന്ന് ചോദിക്കും. അപ്പോൾ ഇന്ദിരമായി കാര്യങ്ങൾ പറയും, ഇങ്ങനെ പത്മയെ ഉടൻ തന്നെ ഇവിടുന്ന് മാറ്റാനായിട്ട് പോവുകയാണ്, നീ എന്നാന്ന് വെച്ചാൽ ചെയ്യുന്നൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീർന്നിട്ടുള്ളത് കേട്ടോ. എന്താണെങ്കിലും വീക്കെൻഡ് പ്രൊമോയിലേക്ക് പോകാം. അപ്പോൾ വീക്കെൻഡ് പ്രൊമോ ഒരു ഷോർട്ടായിട്ടൊരു പ്രൊമോ ആയിരുന്നുവെങ്കിലും വളരെ പവർഫുൾ ആയിട്ടൊരു പ്രൊമോ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, വിവാഹ മണ്ഡപത്തിൽ അവിടേക്ക് എത്തിക്കുവാനായിട്ട് എന്തൊക്കെയോ കള്ളം പറഞ്ഞ് എത്തിക്കാനായിട്ട് അനുപമയ്ക്ക് സാധിച്ചിട്ടുണ്ട് കേട്ടോ. ആകെ പെട്ടുപോയ ഒരു അവസ്ഥയിലാണ് നമ്മുടെ അർജുൻ ഉള്ളത്. അതുകൂടാതെ വലിയൊരു ഭീഷണി അവിടെ നടക്കുകയാണ്. ഈ സമയത്ത് നമുക്ക് കാവ്യയെ അണിഞ്ഞൊരുങ്ങി കല്യാണപ്പെണ്ണായി അണിഞ്ഞൊരുങ്ങി വരുന്ന കാവ്യയെ നമുക്ക് കാണാം. എല്ലാവരുടെ മുഖത്തും സന്തോഷമാണ്. പാവം അർജുൻ മാത്രം സങ്കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അർജുനോട് ഒരു ഭീഷണി കൂടി ഈ രാഘവനുണ്ണി പറയുകയാണ് കേട്ടോ. അതായത് നീ സിനിമ സ്റ്റൈലിൽ എന്തെങ്കിലും കാര്യങ്ങൾ നീ ചെയ്താൽ നിനക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ഇവിടെ തന്നെ വെച്ച് ഇല്ലാതാകുന്നത് നീ കാണേണ്ടി വരുമെന്ന്. ആ ഒരു ഭീഷണിയിൽ സത്യം പറഞ്ഞാൽ നമ്മുടെ പാവം അർജുൻ എന്ത് ചെയ്യുമല്ലേ. അതായത് തൻ്റെ വേണ്ടപ്പെട്ടവരെ എല്ലാവരെയും രാഘവനുണ്ണി തീർത്ത് കളയും, കൊന്നുകളയും എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അതായത് ഈ വിവാഹത്തിന് വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകുമെന്ന് നമ്മുടെ അർജുനോട് ഭീഷണിപ്പെടുത്തുകയാണ് രാഘവനുണ്ണി കേട്ടോ. പാവം അർജുൻ മുഖമൊക്കെ വാടി എന്ത് ചെയ്യണമെന്നറിയാത്തൊരു അവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ വിവാഹ മണ്ഡപത്തിലേക്ക് ഡ്രസ്സൊക്കെ മാറ്റി നമ്മുടെ അർജുനെ കൊണ്ടുപോകുന്ന ഒരു സീനുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലാണ് കേട്ടോ അർജുനുള്ളത്. എന്താണെങ്കിലും ചതിയെത്തി അനുപമയുടെ തന്ത്രങ്ങളൊക്കെ ഒരു താൽക്കാലികമായെങ്കിലും വിജയിച്ചു എന്ന് പറയേണ്ടി വരും. എന്താണെങ്കിലും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രൊമോ വരാതിരിക്കത്തില്ല. അപ്പോൾ അതിൻ്റെ റിവ്യൂമായിട്ട് വരാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേരുന്നു. ടേക്ക് കെയർ, ബൈ ബൈ.